ഗൈസ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ പിക്ക് ചെയ്തിരിക്കുന്നത് അതെന്തായാലും വീഡിയോയിൽ കാണാമല്ലോ. പക്ഷെ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ആരാന്ന് അറിയണ്ടേ? ഞാൻ ഷെൽമി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങിയാലോ. കുറച്ച് വെസ്റ്റേൺ ഉണ്ട്, കുറച്ച് അതുണ്ട്, കുറച്ച് ഇതുണ്ട്. അത് ഏതാന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാണ്ടിരുന്ന് കാണണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കളക്ഷൻസിലേക്ക് കിടക്കാം. വെസ്റ്റേൺ വെയർ ഒരു സിംഗിൾ ഒരു ഡ്രസ്സാണ് കേട്ടോ. വെസ്റ്റേൺ വെയർ ആയിട്ട് യൂസ് ചെയ്യുക, സെമി വെസ്റ്റേൺ അതൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ കളർ സൂപ്പറാണ് കേട്ടോ. കളർ വൈസ് നോക്കുമ്പോൾ അടിപൊളിയാണ്. പിന്നെ ഇത് നടുക്കിൽ മൊത്തം ഇങ്ങനെ ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഈ ബട്ടനൊക്കെ ജസ്റ്റ് ഒരു ഷോ പർപ്പസ് ആണ്, ഒന്നും റിമൂവബിൾ അല്ല. ഫസ്റ്റത്തെ ഈ ഒരു ബട്ടൺ മാത്രമാണ്. പിന്നെ കോളറിനേക്കാണ് വരുന്നത്. 3/4 ആണ് സ്ലീവ് ചോദിച്ചാൽ അല്ല, നോർമൽ നമ്മുടെ സാധാരണ ഷോർട്ട് സ്ലീവാണ് വരുന്നത്. അതിലും എലാസ്റ്റിക് ആണ്. അത് ചെറുതായിട്ടൊരു പഫിൻ്റെ ഇട്ടിട്ട് ഓവറോൾ ലുക്ക് നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റില്ല. ഇതാണ് ശരിക്കും ലുക്ക് നമ്മുടെ വെസ്റ്റേൺ വെയർ ഡ്രസ്സിൻ്റെ. പിന്നെ ഇതൊരു ഫ്ലയർ ടൈപ്പ് അല്ല, ഒരു എ ലൈൻ സ്റ്റൈലാണ് വരുന്നത്. അടിയിലാണ് ഇതിൻ്റെ മൊത്തം ഫ്രില്ല് കിടക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ചുകൂടി സ്റ്റൈലിഷ്, കുറച്ചുകൂടി പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബെൽറ്റിൻ്റെ ഡീറ്റെയിലിംഗ് കൂടി കൊടുത്തിട്ടുണ്ട്. ഇനി മെറ്റീരിയൽ ഏതാണെന്ന് അറിയണ്ടേ? മെറ്റീരിയൽ റയോൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ വെയർ ചെയ്തിരിക്കുന്ന സൈസ് അതും അറിയണം അല്ലേ? ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. അപ്പോൾ ഹൈറ്റും കൂടി അറിയണം. ഞാൻ ഹൈറ്റ് 5'3" ആണ്. അപ്പോൾ 5'3" നമുക്കൊരു നീനേക്കാളും കുറച്ചുകൂടിയും ലെങ്ത് ആയിട്ട് ഒരു ആങ്കിൾ ലെങ്ത് ആ ഒരു ലെങ്ത്തിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ലാർജ് സൈസാണ്. ഇതും റയോൺ ബ്ലെൻഡഡ്. അതിനനുസരിച്ചിട്ടുള്ള റേറ്റുള്ളൂ. വെറും 499 ഉള്ളൂ കേട്ടോ. ഇൻഡോ ഇറ ബ്രാൻഡ് എന്ന് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. കാരണം എന്ന് വെച്ചാൽ കൊടുക്കുന്ന പൈസയ്ക്ക് അതിനുള്ള ക്വാളിറ്റി സംഭവം നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും. അപ്പം അവർക്ക് ലോ ബഡ്ജറ്റ് തൊട്ട് ഹൈ ബഡ്ജറ്റ് വരെ ഉണ്ട്. ഹൈ ബഡ്ജറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വർത്തി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമുക്ക് കയ്യിൽ കിട്ടുക. അപ്പോൾ ഇതും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് വേണമെങ്കിൽ പറയാം. അതിനുള്ള ക്വാളിറ്റി ഉണ്ട്, അതിനുള്ള ഡിസൈൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഇട്ടിരിക്കുന്ന സംഭവം നൈസ് അല്ലേ? 2 പീസിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡോയിറ ബ്രാൻഡാണ്. കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ. ടോപ്പ് പോർഷൻ നോക്കുകയാണെങ്കിൽ ഇത് സിംഗിൾ ഒരു സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. അതിൻ്റെ പ്രിൻ്റാണ് എനിക്ക് ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. എവിടെയും കാണാത്ത ഒരു പ്രിൻ്റ് അല്ലേ? നമ്മളും അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. നമ്മൾ ഇട്ട് പോകുമ്പോൾ എവിടെയും കാണാത്ത ഒരു സംഭവമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു കളക്ഷൻ വരുന്നത്. ഇതേ സെയിം പ്രിൻ്റ് തന്നെയാണ് പാൻറ്റും വരുന്നത്. പാൻറ്റ് നോക്കുകയാണെങ്കിൽ 1 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. എന്തായാലും ഇത് കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ ആയാലും അതിൻ്റേതായിട്ടുള്ള കംഫർട്ടബിൾ ഉണ്ട്. പിന്നെ എനിക്ക് ജസ്റ്റ് 950 ആ ഒരു റേഞ്ചിനെ കിട്ടിയിട്ടുള്ളൂ. ശരിക്കും നമുക്ക് വെബ്സൈറ്റിലൊക്കെ കയറി നോക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ആമസോൺ സൈറ്റിലൊക്കെ കയറി നോക്കുമ്പോൾ 999 എന്നൊക്കെ ആയിരിക്കും കാണാം. പക്ഷേ 999 ആയാലും ചില സമയത്ത് അതിൽ കൂപ്പൺ കോഡ് എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം ഉണ്ട്. അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് അടിയിലേക്ക് നോക്കുമ്പോൾ അതിൽ കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കേണ്ടത്. ഇത്ര ശതമാനം അത് ചിലപ്പോൾ ലക്കിലി കിട്ടും, ചിലപ്പോൾ കിട്ടില്ല, ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കിട്ടുകയാണെങ്കിൽ വേഗം തന്നെ അത് അപ്ലൈ ചെയ്തു. അപ്പോൾ പിന്നെയും നമുക്ക് റേറ്റ് ഡിസ്കൗണ്ടിൽ കിട്ടും കേട്ടോ. പിന്നെ സെയിലുള്ള സമയത്ത് പറയേ വേണ്ട. അപ്പോൾ ഇത് ഇൻഡോയിറ ബ്രാൻഡിൻ്റെ ലാർജാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ്. സൂപ്പറാണ്. 1 പീസ് ഒരു ഡ്രസ്സ് എന്ന് വെച്ചാൽ മാക്സി ഡ്രസ്സ് വെസ്റ്റേൺ ഡ്രസ്സ് എന്ത് വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ല സൂപ്പർ ലുക്കാണ്. പിന്നെ നീറ്റ് ആൻഡ് കംഫർട്ടബിൾ, പെർഫെക്റ്റ് ഫിനിഷിങ്, ആ കാര്യത്തിലൊക്കെ അടിപൊളിയാണ്. ഇനി ഇത് 1 പീസാണ്. 3 ടയറായിട്ട് വരിക. 3 അല്ല 4 ടയറായിട്ടുള്ള ഒരു ലയറും കൂടി വരുന്നുണ്ട്. അത്യാവശ്യം ഫ്ലയർ വരുന്നുണ്ട്. പിന്നെ ഇതൊരു റയോൺ മിക്സ് ആയിട്ട് റയോൺ ബ്ലെൻഡഡ് മെറ്റീരിയൽ ആണ് കേട്ടോ. ഓവറോൾ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രിൻറ്റ് തന്നെയുള്ള വൈറ്റിൽ ഓവറോൾ ഒരു പ്രിൻറ്റ് ടൈപ്പ്. ഇതിൽ 2 ഷെയ്ഡ് വരുന്നുണ്ട്. ഒരെണ്ണം ഇതും ഒരെണ്ണം വേറൊരു ഷെയ്ഡും കൂടി വരുന്നുണ്ട്. രണ്ടും വൈറ്റ് ബേസ് ആയിട്ട് ഡിഫറെൻറ്റ് പ്രിൻറ്റുകളാണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ നെക്കിനെ കുറിച്ച് പറയേണ്ട നെക്കിൽ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് വരുന്നുണ്ട്. 3/4 ആണ് ഇതിൻ്റെ സ്ലീവ്. ഇട്ട് വരുമ്പോൾ നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇനി ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ് പെർഫെക്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ഹൈലി റെക്കമെൻഡ് ആണ്. ഒരു റയോൺ ബ്ലെൻഡഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള റേറ്റുള്ള ഒരു 600 സംതിങ് അത്രയേ വരുന്നുള്ളൂ കേട്ടോ. സെയിലുള്ള സമയത്തൊക്കെയാണ് പിന്നെയും റേറ്റ് കുറയുക. എന്തായാലും ലാർജാണ് സൈസ്. 3 പീസിൻ്റെ ഒരു കളക്ഷനാണ് കേട്ടോ. കളർ വൈസ് നോക്കുകയാണെങ്കിൽ സൂപ്പർ, മെറ്റീരിയൽ വൈസ് നോക്കുകയാണെങ്കിൽ അതിനേക്കാളും ഗംഭീരം എന്ന് പറയില്ലേ. അപ്പോൾ ടോപ്പിനെ കുറിച്ച് പറയാം. ടോപ്പ് വരുന്നത് ഒരു കോട്ടൺ മെറ്റീരിയലാണ്. കോട്ടൺ എന്ന് പറയുമ്പോൾ ഇതുപോലത്തെ കോട്ടൺ, എന്തൊരു സോഫ്റ്റാന്ന് പറയുക. ഇട്ട് വരുമ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് പറ്റിയ ഒരു മെറ്റീരിയലാണ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് വരുന്നത്. പിന്നെ ഡീറ്റെയിൽ എന്ന് പറയാനായിട്ട് ഒരു നെക്കിൽ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ ഇങ്ങനെ ലേസിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ്. ഈ പ്രിൻറ്റ് അങ്ങനെ വാഷ് ചെയ്താൽ കംപ്ലൈൻ്റ് ഒന്നും വരില്ല കേട്ടോ. ബാക്ക് സൈഡിലും ആ ഒരു പ്രിൻറ്റൊക്കെ തന്നെ വന്നിട്ടുണ്ട്. സ്ട്രേറ്റ് കുർത്തിയാണ്. 3/4 ആണ് സ്ലീവ് വരുന്നത്. ഓവറോൾ എനിക്ക് ആ മെറ്റീരിയൽ വൈസ് എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ആ ഒരു ചൂട്ടത്ത് നമ്മൾ ഈ ചൂട് സമയത്ത് നിന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു കംഫർട്ടബിൾ, ആ ഒരു കംഫർട്ടബിൾ ഇതിലെന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പാൻറ്റും സെയിം മെറ്റീരിയൽ തന്നെയാണ്. അതിലും ഡിഫറെൻറ്റ് പ്രിൻറ്റിൽ തന്നെയാണ്. കളർ കോമ്പിനേഷൻ സെയിം അതിൽ മാച്ചിങ് ആയിട്ട് പോകുന്നത്. 1 സൈഡ് പോക്കറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ
ദുപ്പട്ടയ്ക്ക് വിഡ്ത്ത് ഇത്തിരി കുറവാണ്, പക്ഷേ ലെങ്ത്ത് അടിപൊളിയാണ്, ലെങ്ത് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ടോപ്പും ബോട്ടം ഇതിൻ്റെ മെറ്റീരിയൽ അല്ല ദുപ്പട്ടയ്ക്ക് കൊടുത്തിരിക്കുന്നത്. ദുപ്പട്ടയാണെങ്കിൽ കോട്ടൺ ബ്ലെൻഡഡ് മെറ്റീരിയലാണ് വരുന്നത്, പക്ഷേ കുറച്ച് കട്ടിയുള്ള മെറ്റീരിയലാണ്. ഇതാണെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആൻഡ് കംഫർട്ടബിൾ മെറ്റീരിയൽ. ഇട്ടാൽ നമുക്ക് ഇടാത്ത ഒരു ഫീലിംഗ് വരില്ലേ, ആ ഒരു ഫീലിംഗ് നമുക്ക് ഈ ഒരു 3 പീസ് കളക്ഷനിൽ വരുന്നുണ്ട്. എന്തായാലും ദുപ്പട്ട അവോയ്ഡ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു 2 പീസ് ഇങ്ങനെ തന്നെ ഇടായിരിക്കും ബെറ്റർ. പിന്നെ ലാർജ് സൈസാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലാർജ് സൈസ് ഇതിൽ കുറച്ച് എനിക്ക് ലൂസാണ് കേട്ടോ. നമുക്കിപ്പോൾ ഓൾട്ടർ ചെയ്യാം. പിന്നെ ഇത് വാഷ് ചെയ്യുമ്പോൾ ചുരുങ്ങോ ഇല്ലെന്ന് ചോദിച്ചാൽ അറിയില്ല, പക്ഷേ എന്തായാലും ഓവറോൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ചുരുങ്ങിയാലും അതൊരു പ്രശ്നമാക്കി എടുക്കേണ്ട, കാരണം അത്യാവശ്യം നമുക്ക് ലൂസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചുരുങ്ങിയാലും നമ്മുടെ ഷേപ്പിൽ കിടക്കുമ്പോൾ ഓൾട്ടർ ചെയ്യാനായിട്ട് പൈസ കൊടുക്കേണ്ടി വരില്ല. അപ്പോൾ ഇതാണ് 3 പീസ് കളക്ഷൻ. വീണ്ടും ഇൻഡോ എറ ബ്രാൻഡിൻ്റെ 3 പീസിൻ്റെ ഒരു കുർത്തി സെറ്റ്. സമ്മർന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് എന്താ? കോട്ടൺ. അപ്പോൾ കോട്ടൺ മെറ്റീരിയൽ വിട്ടിട്ട് പിന്നെ നമുക്ക് സമ്മറിന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റിയത് ലിനൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല പ്യുവർ ലിനൻ എന്നൊക്കെ പറയുമ്പോൾ റേറ്റ് കൂടും. അപ്പോൾ നമ്മൾ എപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നുള്ള രീതിയിൽ കോട്ടൺ നമുക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചൂസ് ചെയ്തിട്ടുള്ള ഒരു 3 പീസിൻ്റെ കോട്ടൻ്റെ കളക്ഷൻസ് ആണ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ മൊത്തം കോട്ടൺ. ഇനി മെറ്റീരിയൽ വൈസ് കോട്ടൺ ആണെന്ന് പറഞ്ഞു. ഇനി ഇടുമ്പോൾ എങ്ങനെയാണെന്ന് അതറിയണ്ടേ? ഇടുമ്പോൾ കംഫർട്ടബിൾ. ഇൻഡോ എറ ബ്രാൻഡാണ്. ഇനി ഇത് പ്രത്യേകിച്ച് അവരെ ബ്രാൻഡിനെ കുറിച്ച് എടുത്ത് പറയേണ്ട. അവർ ഓൾറെഡി നല്ല എന്ന് വെച്ചാൽ നല്ല ക്വാളിറ്റികളൊന്നും അഫോർഡബിൾ റേഞ്ചിൽ അങ്ങോട്ട് തരുമ്പോൾ അങ്ങോട്ട് നമുക്ക് തൃപ്തിയാണ്. അപ്പം ഇനിയിപ്പോൾ ടോപ്പിനെ കുറിച്ച് പറയാം. ടോപ്പ് വരുമ്പോൾ സ്ട്രേറ്റ് കുർത്തിയാണ് ഇത് വരുന്നത്. സ്ട്രേറ്റ് കുർത്തിയിൽ ഓവറോൾ ഇതിൻ്റെ പ്രിൻറ്റ് അതിൻ്റെ കളർ കോമ്പിനേഷൻ നോക്കുക, അടിപൊളിയാണ്. ഒരു ബ്രിക്ക് ഷെയ്ഡിൽ ബ്ലൂ കോമ്പിനേഷനാണ് കേട്ടോ ഇത് വരുന്നത്. പിന്നെ ഇത് സ്ട്രേറ്റ് കുർത്തിയാണ്, വീനെക്കാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. 3/4 ആണ് സ്ലീവ് വരുന്നത്. സ്ലീവിൻ്റെ എൻഡിലും ചെറുതായിട്ട് ഇങ്ങനെ ഒരു പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ഒരു ഫ്രില്ലിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട് കേട്ടോ. പിന്നെ പാൻറ്റ്, ഓഫ്കോഴ്സ് പാൻറ്റ് കോൺട്രാസ്റ്റ് ആണ്, കാരണം ഇതിലൊരു ബ്ലൂ ഷെയ്ഡ് വന്നത് കൊണ്ട് തന്നെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കോൺട്രാസ്റ്റ് ആണ്. ഇപ്പോൾ പാൻറ്റ് നോക്കിയാലും ടോപ്പായാലും അതിൻ്റെ ദുപ്പട്ട നോക്കുകയാണെങ്കിൽ മൊത്തം കോൺട്രാസ്റ്റിലാണ് കിടക്കുന്നത്. പക്ഷേ ലുക്ക് വൈസ് ജസ്റ്റ് സൂപ്പറാണ് കേട്ടോ. ഇനി പാൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ സാധാരണ ഇൻഡോ എറ ബ്രാൻഡിലൊക്കെ 1 സൈഡ് അല്ലെങ്കിൽ 2 സൈഡ് പോക്കറ്റ് കൊടുക്കാറുണ്ട്, പക്ഷേ ഇതിൽ പോക്കറ്റ് ഇല്ല. മെറ്റീരിയൽ വൈസ് ഇതും കോട്ടൺ തന്നെയാണ് കേട്ടോ. എൻഡിൽ ഒരു പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ടുള്ള ദുപ്പട്ടയാണ് പ്രിറ്റി കേട്ടോ. ഒരു ദുപ്പട്ടയിൽ പ്രിൻറ്റ് നോക്കും, മൊത്തം ആനര പ്രിൻറ്റാണ് ഓവറോൾ കൊടുത്തിരിക്കുന്നത്. മൽമൽ കോട്ടൻ്റെ ദുപ്പട്ട സൂപ്പറാണ് കേട്ടോ. മൽമൽ കോട്ടൺ എന്ന് പറയുമ്പോൾ ഇത് ഇനിയും നമ്മൾ വാഷ് ചെയ്യും തോറും സോഫ്റ്റ്നെസ് കൂടെയേ ഉള്ളൂ. ഇത് എന്തായാലും അടിപൊളിയൊരു ദുപ്പട്ടയുടെ പ്രിൻ്റാണ് കേട്ടോ. ഞാൻ ഇത് എന്താ പറയുക, ഫോട്ടോയിൽ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ ആ പ്രിൻറ്റ് നോക്കിയില്ലേ, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു ടോപ്പും ബോട്ടം കണ്ടിട്ട് അങ്ങനെ പർച്ചേസ് ചെയ്തതാണ്. പക്ഷേ എൻ്റെ കയ്യിൽ ഈ ദുപ്പട്ട കിട്ടിയപ്പോൾ വാവ്, ജസ്റ്റ് സൂപ്പർ. എന്തായാലും ഓവറോൾ അടിപൊളിയാണ്. ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സൈസ് ലാർജ്, കംഫർട്ടബിൾ ആണ് കേട്ടോ. ഇതൊക്കെ മസ്റ്റ് റെക്കമെൻഡഡ് പീസാണ് വരുന്നത്. മസ്റ്റ് റെക്കമെൻഡഡ് കളർ, ഒന്നും പറയാനില്ല. നിങ്ങൾ മേടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ താങ്ക് യു പറയാണ്ട് പോവില്ല. ഇപ്പോൾ ലാർജാണ് കേട്ടോ സൈസ്. എങ്ങനെയുണ്ട് കളക്ഷൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. എന്തായാലും ഇതൊക്കെ മേടിക്കണമെങ്കിൽ എങ്ങനെ മേടിക്കണം, എവിടെ പോയി മേടിക്കണം, ഏത് കടയിൽ പോയി മേടിക്കണം, ഒരു കടയിലേക്കും പോകണ്ട. ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മൾ മേടിച്ചിരിക്കുന്നത് ആമസോണിൽ നിന്നാണ്. ആമസോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ. അപ്പോൾ ആമസോണിൽ മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലാണെങ്കിൽ നമുക്ക് ഒരെണ്ണം കുത്തി കഴിഞ്ഞാൽ അതിൽ നമുക്ക് എല്ലാത്തിൻ്റെയും വിത്ത് പിക്ചർ ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഇല്ല അങ്ങനെ വേണ്ട, നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്ക് വേണമെന്ന് വെച്ചാൽ അതും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോഴത്തെ റേറ്റ് കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് അവിടെ നോക്കി കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ഇതുപോലെ ഇനിയും പുതിയ അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ വരണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് കിട്ടും, മറക്കണ്ട. എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതിന് നിങ്ങൾക്ക് ഒരു 10 പൈസയ്ക്ക് ചിലവില്ല കേട്ടോ. വെറുതെ ഒന്ന് കുത്തിയാൽ മതി, ഒന്നിനും ചിലവില്ല. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.